നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ രണ്ടാമത്തെ പാഠമായ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിലെ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന ടോപ്പിക്കിനകത്ത് വരുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പറഞ്ഞ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഓക്കെ, ആ ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ പാർട്ടിക്കിൾ നേച്ചർ. നമ്മൾ അത് വെച്ച് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ അല്ലേ? പഠിക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഉറപ്പായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടും. അത്ര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതിന് അതേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. സിമ്പിൾ ടോപ്പിക്കാണ്, വളരെ വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. വലിയ ടോപ്പിക് എന്നല്ല, സിമ്പിൾ ടോപ്പിക്കാണ്. പഠിക്കാം. ഇതൊക്കെയാണ്. നമുക്ക് കുറച്ച് വർഷം പിറകിലോട്ട് പോകാം. വർഷം 1887. ഓക്കെ, 1887. ഈ 1887 ഹെൻറിച്ച് ഹെർട്സ് എന്നൊരാള്, ഹെർട്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് അല്ലേ? അതേ തന്നെ. ഹെൻറിച്ച് ഹെർട്സ് എന്നൊരാള് ഒരു സംഭവം കണ്ട്. എന്തെന്നറിയാമോ? ചില പ്രത്യേകതരം ലൈറ്റ് വന്ന് ചില പ്രത്യേകതരം മെറ്റലിന്റെ സർഫസിൽ വീഴുമ്പോൾ, ഒരു വീട് പറയാമേ, ചില പ്രത്യേക ലൈറ്റ് ചില പ്രത്യേക മെറ്റലിൽ സർഫസിൽ വന്ന് ലൈറ്റ് പതിക്കുമ്പോൾ ഈ പറഞ്ഞ മെറ്റലിൽ നിന്നും ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും? പുറത്തോട്ട് പോകും. ഓക്കെ, ഒരു വീട് പറയാമേ. ലൈറ്റ് വന്ന് ചില മെറ്റലിന്റെ സർഫസിൽ വന്ന് വിടുമ്പം എന്ത് ചെയ്യും? ഈ മെറ്റലിന്റെ സർഫസിൽ എന്ത് ചെയ്യും? ഇലക്ട്രോണുകൾ എജക്ട് ചെയ്യപ്പെടുന്നു. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ മീൻസ് ലൈറ്റ്, ഇലക്ട്രിക് അറിയാമല്ലോ, ഇലക്ട്രിസിറ്റി. ഫോട്ടോ ലൈറ്റ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിസിറ്റി, അതാണത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ, ആരാ കണ്ടുപിടിച്ചത്? അപ്പം ഹെൻറിച്ച് ഹെർട്സ് ആണ് കണ്ടുപിടിച്ചത്. വർഷം 1887. ഓക്കെ, അപ്പൊ 1887 ഈ പറഞ്ഞ ഹെൻറിച്ച് ഹെർട്സ് എന്ത് കണ്ടു? മെറ്റലിന്റെ സർഫസുകളിൽ ഈ പറഞ്ഞ ചില പ്രത്യേകതരം ലൈറ്റ് വന്ന് വീഴുമ്പോൾ, എല്ലാ മെറ്റലും അല്ല കേട്ടാ, ചില പ്രത്യേക മെറ്റലുകൾ, എല്ലാം ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ചില പ്രത്യേകതരം മെറ്റലുകളിൽ ചില പ്രത്യേകതരം ലൈറ്റുകൾ വന്ന് പതിക്കുമ്പോൾ ഈ മെറ്റലിൽ എന്ത് ചെയ്യും? ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പുറന്തള്ളപ്പെടുന്നു. ഈ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതിന്റെ കാരണമൊന്നും ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. പക്ഷെ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം അദ്ദേഹം കണ്ടു. അപ്പം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ചതാരാണ്? ഹെൻറിച്ച് ഹെർട്സ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് 1905 നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇദ്ദേഹം അറിയാമോ? ഇദ്ദേഹം നേരെ കുറച്ചുകൂടെ ആലോചിച്ചു. മാക്സ് പ്ലാങ്ക് ഇല്ലേ, നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ച അതേ തന്നെ മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം എന്തെന്നറിയാമോ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു. എന്തുകൊണ്ടാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാകുന്നത് എന്ന് എന്ത് ചെയ്യാൻ പറ്റി? മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി വെച്ച് എന്ത് ചെയ്തു? അദ്ദേഹം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? വിശദീകരിച്ചു. ഈ വിശദീകരണത്തിന് അദ്ദേഹത്തിന് 1921 നോബൽ സമ്മാനം കിട്ടി. ഓക്കെ, ശ്രദ്ധിക്കുക. 1905 വിശദീകരിച്ചു. 1921 എന്ത് ചെയ്തു? ആൽബർട്ട് ഐൻസ്റ്റീന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വിശദീകരിച്ചതിന് നോബൽ സമ്മാനം കിട്ടി. ഓക്കെ, ഞാൻ എന്തിനാണ് ഈ വർഷങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പൊ 2021 നേരെ 100 കൊല്ലം ബാക്കിലാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത്. അതെന്ന് പറയാൻ വേണ്ടിയാണ് വർഷങ്ങളോട് ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. സോ നമുക്ക് പഠിക്കാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ചില മെറ്റലിന്റെ സർഫസുകളിൽ ചില പ്രത്യേകതരം ലൈറ്റ് ഒന്ന് വിടുമ്പം എന്ത് ചെയ്യും? മെറ്റലിന്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യും? പുറന്തള്ളപ്പെടുന്നു. ഈ എഫക്റ്റ് ആണെന്ത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പഠിക്കാം. സിമ്പിൾ കാര്യമാണ്, വളരെ വളരെ സിമ്പിൾ കാര്യമാണ്. പഠിക്കാം. എന്തൊക്കെയാണേ? ഇതൊരു ട്യൂബാണേ, ട്യൂബ്. ഓക്കെ, ട്യൂബ് എന്താണെന്ന് വെച്ചാൽ വാക്വം ട്യൂബാണേ, വാക്വം ട്യൂബ്. എന്താണ് ഒരു വാക്വം ട്യൂബ്? വാക്വം ട്യൂബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ്? ഇതിനകത്തൊന്നുമില്ല, എയർ പോലും ഇല്ലാത്ത ട്യൂബാണ് വാക്വം ട്യൂബ്. അപ്പൊ എന്തൊക്കെയാണ്? ഇവിടെ ഞാനൊരു സ്ഥലം ഇട്ടിട്ടുണ്ടല്ലേ? ഈ സ്ഥലം നമുക്ക് ഗ്ലാസ് വെച്ച് മറയ്ക്കാം. ഗ്ലാസ് അല്ലെങ്കിൽ ട്രാൻസ്പാരന്റ് മെറ്റീരിയലോട് മറയ്ക്കാം. ഫുള്ള് അടക്കണ്ടല്ലേ, എയർ പോകൂലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ട്രാൻസ്പാരന്റ് ഗ്ലാസ് കൊണ്ട് എന്ത് ചെയ്യാം? അത് അടയ്ക്കാം. ഇപ്പൊ എന്താ? അത് ഫുള്ളി വാക്വം, അതിനകത്തുള്ള ഇയാൾക്ക് എടുത്ത് കളഞ്ഞിട്ടാണ് ഇത് അടച്ചത്. ഓക്കെ അല്ലേ? അടയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെയാണ് ഞാൻ ഒരു മെറ്റൽ വെച്ചു. ഞാൻ പറഞ്ഞില്ല ചില പ്രത്യേകതരം മെറ്റൽ, ആ മെറ്റൽ അവിടെ വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു ഡിറ്റക്ടർ വെച്ചു. ഡിറ്റക്ടർ ഞാൻ പറഞ്ഞുതരാം.
ഇതൊക്കെയാണേ എന്താ പറഞ്ഞ അകത്തൊരു മെറ്റൽ വെച്ചു. മെറ്റൽ എന്ത് ചെയ്തു, അതിന് ഇപ്പുറ സൈഡിലായിട്ട് എന്ത് ചെയ്തു, ഒരു ഡിറ്റക്ടർ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഡിറ്റക്ടറിന്റെ അവിടെ ആയിട്ട് ഞാൻ ഒരു അമ്മീറ്റർ എന്ത് ചെയ്തു, അമ്മീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? കറണ്ടിന്റെ ഫ്ലോ അറിയാനല്ലേ, എന്തുമാത്രം കറണ്ട് എന്തുമാത്രം പോയി എന്നൊക്കെ അറിയാനാണ് ആര് ഉപയോഗിക്കുന്നത്? അമ്മീറ്റർ ഉപയോഗിക്കുന്നത്. ഈ അമ്മീറ്ററിന്റെ പോസിറ്റീവ് എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. ഓക്കെ, ശ്രദ്ധിക്കുക. ഡിറ്റക്ടറിൽ ആരാണ് പറഞ്ഞാൽ ഡിറ്റക്ടറിൽ അമ്മീറ്റർ വരും. അമ്മീറ്ററിന്റെ അവിടെ എന്ത് ചെയ്യും, ബാറ്ററിയുടെ പോസിറ്റീവിലായിട്ട് പോകും. ഓക്കെ അല്ലേ? ഇനി ഈ ബാറ്ററിയുടെ നെഗറ്റീവ് നേരെ കണക്ട് ചെയ്യണം അറിയാമോ, നമ്മളെ മെറ്റലിലോട്ട്. ഓക്കെ, ഇത്രയാണ് സെറ്റപ്പ്. ഓക്കെ അല്ലേ? എന്താണ്, ഒരു മെറ്റൽ ഉണ്ട്. നമ്മുടെ മെറ്റൽ ഉണ്ട്. ഓക്കെ, നമ്മുടെ മെറ്റൽ ഇരിപ്പുണ്ട്. ഇതെന്താണ്, ഡിറ്റക്ടർ. എന്താണ്, ഒരു ട്രാൻസ്പാരന്റ് ഗ്ലാസ് വേണം വെക്കാം. ട്രാൻസ്പാരന്റ് ഗ്ലാസ്. ഇത് മുഴുവൻ എന്താണ്, ഇതൊരു വാക്വം ട്യൂബ്. ഇതെന്താണ്, അമ്മീറ്റർ ഉപയോഗിക്കുന്നത് അറിയാലോ നമുക്ക്, കറണ്ടിന്റെ ഫ്ലോ അറിയാനാണ്. ഇത് ബാറ്ററി, വോൾട്ട് ജീവി വയ്ക്കാം. വേണ്ട, ന്യൂസ് കൺഫ്യൂഷൻ ആവും. വേണ്ട, ബാറ്ററി നേടാം. ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക, ബാറ്ററിയുടെ നെഗറ്റീവ് പോയി മെറ്റലിനെ കണക്ട് ചെയ്യുള്ളൂ. അതേപോലെ ബാറ്ററിയുടെ പോസിറ്റീവ് അമ്മീറ്റർ വഴി ഡിറ്റക്ടറിലോട്ട്. ഓക്കെ അല്ലേ? ഇതൊരു ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ടെസ്റ്റ് സെറ്റപ്പ്. കഴിഞ്ഞു. ഇവിടെ നോക്കിയാണേ, ഇനി എന്റെ ചോദ്യം, ഇതുവഴി കറണ്ട് ഇപ്പൊ ഫ്ലോ ചെയ്യില്ല. കാരണം എന്താണ്, ബാറ്ററിയുടെ പോസിറ്റീവ് എന്താ, ഇവിടം വരെ നിൽക്കണുള്ളൂ. അതുപോലെ ബാറ്ററിയുടെ നെഗറ്റീവ് എന്താണ്, ഇവിടം വരെ നിൽക്കണുള്ളൂ. നമുക്കറിയാം, ഒരു കറണ്ട് ഫ്ലോ ചെയ്യണം എന്ത് ചെയ്യണം, അത് എപ്പോഴും ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. പക്ഷെ ഇത് ക്ലോസ് സർക്യൂട്ട് ആണോ? ഇല്ല. ഇവിടെ വരെയും നിൽക്കുകയല്ലേ. അപ്പൊ പിന്നെ അമ്മീറ്ററിൽ റീഡിങ് കാണിക്കൂ? അമ്മീറ്റർ എന്തില്ല, റീഡിങ് കാണിക്കൂല. അത് 0 തന്നെ നിൽക്കും. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിയാണേ, ഞാൻ ഈ ട്രാൻസ്പാരന്റ് ഗ്ലാസ്സിൽ കൂടി കുറച്ച് ലൈറ്റ് കടത്തി വിടുകയാണേ. ലൈറ്റ് വന്ന് എന്ത് ചെയ്തു, ആ മെറ്റലിൽ വന്ന് ഇടിച്ചു. എപ്പോഴാണോ മെറ്റലിൽ വന്ന് ഈ ലൈറ്റ് ഇടിക്കുന്നത്, ആ അതേ സെക്കൻഡില് നോക്കിയപ്പോ എന്തെന്ന് അറിയാമോ, അമ്മീറ്റർ വാല്യൂ കാണിക്കും. ശ്രദ്ധിക്കണേ, എപ്പോഴാണോ ഈ പറഞ്ഞ ലൈറ്റ് വന്ന് മെറ്റലില് ഇടിക്കുന്നത്, അതേ സെക്കൻഡിൽ എന്ത് ചെയ്യും, അതായത് അപ്പോഴും നമ്മൾ എപ്പോഴാണോ ലൈറ്റ് ഇടിക്കുന്നത് അപ്പോഴും എന്ത് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യും, അമ്മീറ്റർ റീഡിങ് കാണിക്കും. അതോടെ നിന്നു, ഒരു കണക്ഷനും ഇല്ല അല്ലേ. പക്ഷെ ലൈറ്റ് അടിക്കാൻ പറ്റുന്നുണ്ട്, അമ്മീറ്റർ റീഡിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ പുതിയതായിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാവുകയല്ല ചെയ്യുന്നത്, പകരം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാറ്ററിയുടെ സർക്യൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോസ് ആവുന്നുണ്ട്. കാര്യം മനസ്സിലായ? ഞാനിവിടെ ലൈറ്റ് അടിച്ച സമയത്തെ ഇവിടെ പുതിയതായിട്ട് പുതിയ കറണ്ട് സോഴ്സ് ഉണ്ടാവുകയല്ല ചെയ്യുന്നത്, പകരം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാറ്ററി അമ്മീറ്റർ റീഡിങ് കാണിക്കാൻ എന്താണ്, ഈ സർക്യൂട്ട് എന്താവുന്നുണ്ട്, ക്ലോസ് ആവുന്നുണ്ട്. സർക്യൂട്ട് എങ്ങനെ ക്ലോസ് ആവുന്നുണ്ട്? അങ്ങനെ സർക്യൂട്ട് ക്ലോസ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അമ്മീറ്റർ റീഡ് ആവണമെങ്കിൽ അതിനർത്ഥം എന്താണ്, ഇലക്ട്രോൺ ഫ്ലോ ആയെന്നല്ലേ. ഇലക്ട്രോണിന്റെ ഫ്ലോ അല്ലേ നമ്മൾ കറണ്ട് എന്ന് വിളിക്കുന്നത് അല്ലേ. എവിടെയാണോ ഇലക്ട്രോൺ ഒഴുകുന്നത് അതിനെ നമ്മൾ കറണ്ട് എന്ന് പറയുന്നത് ആണല്ലോ. അപ്പം ഈ അമ്മീറ്റർ റീഡ് ചെയ്തു എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഇവിടെ ഇലക്ട്രോൺ ഫ്ലോ ആയിന്നല്ലേ അല്ലേ. ഇലക്ട്രോൺ ഫ്ലോ ആയതുകൊണ്ടല്ലേ ഈ അമ്മീറ്റർ റീഡ് ആയത്. എന്നാൽ മാത്രമല്ലേ കറണ്ട് പോയെന്ന് പറയാൻ പറ്റൂ. നോക്കിയാണേ, എപ്പോഴാണോ ഈ പറഞ്ഞ ലൈറ്റ് വന്നാ മെറ്റലിൽ അടിക്കണ അതേ മൊമെന്റിൽ എന്ത് ചെയ്യും, അവിടെ എന്ത് ചെയ്യും, ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, ഒറ്റ അടിക്കുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ മൊമെന്റിലാണ് എന്ത് ചെയ്യണേ, നമുക്ക് അമ്മീറ്റർ എന്ത് ചെയ്യണേ, റീഡ് ചെയ്യുന്നത്. അല്ലാതെ ലൈറ്റ് അടിച്ചപ്പോ പുതിയ കറണ്ട് ഉണ്ടാവുകയല്ല, പകരം മെറ്റലിൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി സർക്യൂട്ട് ക്ലോസ് ആവുകയാണ് ചെയ്തത്. ഓക്കെ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? ഇനി ഞാൻ പറഞ്ഞില്ലേ, ചില പ്രത്യേകതരം ലൈറ്റ് വന്ന് ചില പ്രത്യേകതരം മെറ്റലിൽ അടിക്കണം. എല്ലാ ലൈറ്റും പോയി എല്ലാ മെറ്റലും അടിച്ചാൽ എനിക്ക് സംഭവിക്കുമോ? ഇല്ല. ഇപ്പൊ ഈ റൂമിൽ ലൈറ്റ് അടിക്കുന്നുണ്ട്, ഇവിടെ ഇരുമ്പ് കാണാനില്ലേ. ഓക്കെ, എവിടെയെങ്കിലും ഇരുമ്പ് വെച്ചാൽ ലൈറ്റ് വരുമോ? ഇല്ല. അതാ പറഞ്ഞ, എല്ലാ ലൈറ്റിനും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇലക്ട്രോണിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്ലോ ചെയ്യാൻ പറ്റില്ല. അതേപോലെ എല്ലാ മെറ്റലിനും എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇലക്ട്രോണിന് പെട്ടെന്ന് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയുള്ള മെറ്റൽ എടുത്താൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഫ്ലോ ആവും, നമുക്ക് ആലോചിക്കാം. ഓക്കെ, ഞാൻ മൂന്നാമത്തെ പാഠം പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോണെ പുറത്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങോട്ട് എനർജി കൊടുക്കണം അല്ലെ. ഞാൻ അയോണൈസേഷൻ എനർജി പഠിപ്പിച്ചതാണ് അല്ലെ. ഒരു ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ വിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങോട്ട് എനർജി കൊടുക്കണം. ഓക്കെ അല്ലേ? ആണല്ലോ. അപ്പം ഒരു ലൈറ്റ് വന്ന് ഒരു ആറ്റത്തിൽ ഇടിക്കുമ്പം ഇലക്ട്രോൺ വിട്ട് കിട്ടണമെങ്കിൽ അപ്പം കുറച്ച് എനർജി കൊടുത്താൽ മതി, എന്ത് ചെയ്യണം, ഇലക്ട്രോൺ എന്ത് ചെയ്യും, പുറത്തോട്ട് പോകുന്നുണ്ട്.
അപ്പം അങ്ങനെ പെട്ടെന്ന് ഇലക്ട്രോൺ കളയുന്ന ആൾക്കാരെ വേണ്ടേ, അല്ലെങ്കിൽ അങ്ങനത്തെ മെറ്റൽ വേണ്ടേ ഞാൻ എടുക്കാൻ, അല്ലേ? എന്നാൽ മാത്രമല്ലേ ലൈറ്റ് അടിക്കുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ഇലക്ട്രോൺ എടുത്ത് കളയത്തുള്ളൂ, ആണല്ലോ. അതുകൊണ്ട് നമുക്ക് പറയാം ലോ അയോണൈസേഷൻ എനർജി ഉള്ള ഗ്രൂപ്പ് 1 എലമെന്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ മെറ്റലായിട്ട് ഉപയോഗിക്കുന്നത്. അതിലും എല്ലാവരും ഉപയോഗിക്കാൻ പറ്റില്ല. പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം പോലുള്ള മെറ്റൽ മാത്രമാണ് എന്ത് ചെയ്യണേ നമുക്ക് ഈ ഒരു പ്രോസസ് തരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണല്ലോ. ഓക്കെ അല്ലേ? മെറ്റൽ കാര്യം പറഞ്ഞില്ലേ, മെറ്റൽ എന്ത് ചെയ്യണം, പെട്ടെന്ന് ഇലക്ട്രോൺ വിട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ സംഭവം നടക്കത്തുള്ളൂ. അല്ലാതെ ഇലക്ട്രോണിനെ പിടിച്ചു വെക്കുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടു കൊടുക്കാത്തതോ ആണെങ്കിൽ എന്ത് ചെയ്യും, ലൈറ്റ് അടിച്ച് എന്ന് പറയുന്നത് ചെയ്യും, ഇലക്ട്രോൺ പോവോ? ഇല്ല. ഒരു ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺ വെളി കളയണമെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങോട്ട് എമൗണ്ട് ഓഫ് എനർജി കൊടുക്കണം, ആറ്റത്തിനകത്തോട്ട് എനർജി കൊടുക്കണം. ഞാനത് പഠിപ്പിച്ചതാണ് അയോണൈസേഷൻ എനർജിയെ കുറിച്ച്. കാണാത്തോടെ കാണുക. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ടെസ്റ്റ് സെറ്റപ്പും, ഇതാണ് നമ്മുടെ പരിപാടി. ഇനി എങ്ങനെയുള്ള ലൈറ്റ് അടിച്ചാലാണ് ഇലക്ട്രോൺ പോകാൻ നോക്കണ്ടേ, നമുക്ക് നോക്കാം. അത് നോക്കാം. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഒരു ആറ്റം ഉണ്ട്, ഒരു ആറ്റത്തിലോട്ട് ഒരു കുറച്ച് എമൗണ്ട് ഓഫ് എനർജി കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ നിന്ന് ഇലക്ട്രോൺ പുറത്തോട്ട് പോകുള്ളൂ, ആണല്ലോ. അപ്പം ഞാൻ എടുക്കാൻ പോകുന്ന മെറ്റലിന് ഇപ്പൊ ഉദാഹരണത്തിന് 500 കിലോ ജൂളാണ് അവരുടെ എനർജി എന്ന് വെച്ചോ. അതായത് അവരുടെ ഞാൻ എടുത്ത മെറ്റലിന് അയോണൈസ് എനർജി 500 കിലോ ജൂൾ ആണെന്ന് സങ്കല്പിക്കും. ഓക്കെ, അപ്പൊ 500 കിലോ ജൂൾ കൊടുത്താലല്ലേ അവിടെ നിന്ന് ഇലക്ട്രോൺ പുറത്തോട്ട് പോകുള്ളൂ, അല്ലേ? അയോണൈസ് എനർജി എന്താണ്, എത്ര എമൗണ്ട് ഓഫ് എനർജി കൊടുത്താലാണോ ഇലക്ട്രോൺ വിട്ടു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്, ഞാൻ എടുത്ത മെറ്റലിന് 500, ഞാൻ ചുമ്മാ എടുത്ത മെമ്പറാണ് കേട്ടോ, 500 കിലോ ജൂൾ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ നിന്ന് എന്ത് ചെയ്യുള്ളൂ, ഇലക്ട്രോൺ പുറത്തോട്ട് പോകുള്ളൂ എന്ന് വെച്ചോ. അപ്പൊ ഞാൻ കൊടുക്കുന്ന ലൈറ്റ് ഒരു 300 ജൂൾ ആണെന്ന് വെച്ചോ. ഇവിടെ നിന്ന് ഇലക്ട്രോൺ കളയാൻ പറ്റുമോ? ഇല്ല. കാരണം ആ 300 കിലോ ജൂൾ അല്ലേ. ഓക്കെ, 300 കിലോ ജൂൾ കൊടുത്തെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇലക്ട്രോൺ കളയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം എന്താണ്, 500 ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ നിന്ന് ഇലക്ട്രോൺ പുറത്തോട്ട് പോകത്തുള്ളൂ. ആണേ, ഞാൻ 300 എടുത്ത് എടുക്കുവോ? ഇല്ല. 400 എടുത്ത് എടുക്കുവോ? ഇല്ല. 500 എടുത്ത് എടുക്കുവോ? 500 എടുത്ത് എന്ത് ചെയ്യും, അവിടെ നിന്ന് ഇലക്ട്രോൺ വിട്ട് കിട്ടും. ഓക്കെ അല്ലേ? ഇലക്ട്രോൺ വിട്ട് കിട്ടും. ഞാൻ 500 ആണ് ഇവിടുത്തെ ഈ മെറ്റലിന്റെ അയോണൈസേഷൻ എനർജി എന്ന് പറയണേ. ഓക്കെ, ഇവിടെ തന്നെ ഞാൻ പറഞ്ഞത്, ഇവിടെ ഞാൻ 300 എടുത്താൽ പറ്റുമോ? ഇല്ല. 400 എടുത്താൽ പറ്റുമോ? ഇല്ല. 500 എടുത്താൽ പറ്റും. കാരണം എന്താണ്, അവിടെ നിന്ന് എന്ത് ചെയ്യും, ഇലക്ട്രോൺ വിട്ട് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഞാൻ പറഞ്ഞില്ലേ തൊട്ട് മുമ്പത്തെ ക്വാണ്ടം തിയറി, ആ ക്വാണ്ടം തിയറി ഞാൻ പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഒരു എനർജി എന്താണ്, h ന്യൂ ആണ്. ഒരു എനർജി എന്താണ്, h ന്യൂ ആണ്, അല്ലേ? h കോൺസ്റ്റന്റ് അല്ലേ, h ഒരു വാല്യൂ നമ്മൾ പഠിച്ചു. h എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, അതിന് മാറ്റമില്ല, അത് വാല്യൂ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇന്ന് എനർജി ആരെ മാത്രമേ ഡിപെൻഡ് ചെയ്യൂ, ന്യൂ ആരാണ്, ഫ്രീക്വൻസി എന്താണ്, വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഫ്രീക്വൻസി ആണ്. വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഫ്രീക്വൻസി അല്ലേ ന്യൂ എന്ന് പറയണത്. അപ്പൊ എനർജി കൂട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ 300 കിലോ ജൂൾ എടുത്തെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ഹെച്ചിന്റെ വാല്യൂ ഒരു ഫിക്സഡ് വാല്യൂ ആണ്. ന്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യണേ 300 കിലോ ജൂൾ പറയണത്. ഞാൻ 400 ആക്കി എന്ന് പറഞ്ഞാൽ ഇപ്പൊ 400 ആക്കി എന്ന് പറയണം. 400 ആക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ ഹെച്ച് മാറുമോ? ഇല്ല. പകരം ആര് മാറണം, ഫ്രീക്വൻസി കൂടണം. ഫ്രീക്വൻസി കൂടിയാൽ മാത്രമല്ലേ എനർജി കൂടത്തുള്ളൂ. അതുപോലെ തന്നെ 500 ആക്കി എന്ന് പറയുന്നത് അർത്ഥം ഞാൻ എന്ത് ചെയ്യണം, ഫ്രീക്വൻസി കൂട്ടണം. ഫ്രീക്വൻസി കൂട്ടിയാലേ പറ്റുള്ളൂ. കാരണം ഹെച്ച് അവിടെ കോൺസ്റ്റന്റ് ആണ്, എനർജിയിലെ ഹെച്ച് കോൺസ്റ്റന്റ് ആണ്. ഹെച്ച് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. പിന്നെ ആരെ കൂട്ടണം, ന്യൂ കൂട്ടണം. ന്യൂ മീൻസ് ഫ്രീക്വൻസി കൂട്ടണം. വരുന്ന ലൈറ്റിന് എന്ത് ചെയ്യണം, ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം, നല്ല കുറച്ചുകൂടെ എനർജി ഉള്ള ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം. ഏത് എനർജി വരെ, ഇവിടെയുള്ള ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കാൻ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ അവിടെ നിന്ന് എടുക്കാൻ മാത്രമുള്ള എനർജിയെങ്കിലും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ നിന്ന് ഇലക്ട്രോണ് വിട്ട് കിട്ടത്തുള്ളൂ. ആണേ, സംശയമില്ലല്ലോ. അങ്ങനെയുള്ള, അതായത് ഇവിടുന്ന് എത്ര എമൗണ്ട് ഓഫ് എനർജി കൊടുത്താലാണോ അവിടെ നിന്ന് ഇലക്ട്രോണ് വിട്ട് കിട്ടുന്നത്, ആ എമൗണ്ട് ഓഫ് എനർജിയെ നമ്മൾ വിളിക്കും h0. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ജസ്റ്റ് ആ മെറ്റലിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ വിട്ട് കിട്ടാൻ വേണ്ടി എന്തുമാത്രം എനർജി ഉള്ള റേഡിയേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പോകണം. ഇപ്പൊ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, h കോൺസ്റ്റന്റ് ആണ്, ന്യൂ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പൊ ആണല്ലോ, അപ്പൊ h0 അതിനെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ W0. ഓക്കെ, അപ്പൊ W0 എന്താണ്, ഈ പറഞ്ഞ അയോണൈസേഷൻ, ഈ പറഞ്ഞ മെറ്റലിന്റെ IE തുല്യമാണ്, അയോണൈസേഷൻ എനർജിക്ക് തുല്യമാണ്, അല്ലെ? എന്ത് ചെയ്യുള്ളൂ, ഈ പറഞ്ഞ എനർജി ഉള്ള, അതായത് ഈ പറഞ്ഞ മെറ്റലിന്റെ അയോണൈസേഷൻ എനർജിക്ക് തുല്യമായിട്ടുള്ള എനർജി ഉള്ള റേഡിയേഷൻ എപ്പോഴാണോ വരുന്നത്, അപ്പൊ എന്ത് ചെയ്യും, അവിടെ നിന്ന് ഇലക്ട്രോൺ വിട്ട് കിട്ടും. ഓക്കെ അല്ലേ?
അവിടെ ഇലക്ട്രോൺ വിട്ട് കിട്ടി. ഇതൊക്കെ അല്ലേ. അപ്പൊ എന്താണ് H nu എന്ന് വെച്ചാൽ H nu 0 എന്ന് പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ ആണ്. വർക്ക് ഫംഗ്ഷൻ എന്താണ്? ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ വിട്ട് കിട്ടാൻ വേണ്ടി വരുന്ന മിനിമം എമൗണ്ട് ഓഫ് എനർജി. അപ്പൊ എന്തൊക്കെയാണ് H കോൺസ്റ്റന്റ് അല്ലേ, ന്യൂ മാത്രമേ ഡിപെൻഡ് ചെയ്യുന്നുള്ളൂ ഞാൻ പറഞ്ഞു. കാരണം എനർജി എന്ന് പറഞ്ഞാൽ H nu ആണ്, അത് ന്യൂ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ന്യൂ 0 വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പൊ എന്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? അതായത് മിനിമം എനർജി ഉള്ള ഒരു റേഡിയേഷൻ പറഞ്ഞു. എന്തിനാണ്? ഇതാ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഇലക്ട്രോൺ വിട്ട് കിട്ടാനായിട്ട്. ആ മിനിമം എനർജി ഉള്ള എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? അവിടെ H കോൺസ്റ്റന്റ് അല്ലേ, പിന്നെ ആരെ മാത്രമേ ഡിപെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, ന്യൂ മാത്രമല്ലേ, ഫ്രീക്വൻസി മാത്രമല്ലേ. അപ്പൊ മിനിമം ഇത്ര ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റ് വന്ന അല്ലെങ്കിൽ റേഡിയേഷൻ ഉള്ള അല്ലെങ്കിൽ ലൈറ്റ് വന്ന് ഇടിക്കണം. ആ ഫ്രീക്വൻസി വിളിക്കുന്ന പേരാണെന്ത്? ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പൊ ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് താഴെയാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ ഇലക്ട്രോൺ വിട്ട് കിട്ടുമോ? ഇല്ല. കാരണം എന്താണ്? ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, അവിടെ നിന്ന് ഇലക്ട്രോൺ പുറത്തെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം H nu ആണല്ലേ, H nu ആണ്, എനർജിയാണ്. H nu എന്ന് പറഞ്ഞാൽ എനർജിയാണ്. അപ്പൊ H nu 0 എന്ന് പറയുമ്പോൾ ഇത്ര എനർജി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് ഇലക്ട്രോൺ വിട്ട് കിട്ടും. അപ്പൊ H നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ ആരെ മാത്രമേ മാറ്റാൻ പറ്റൂ? ന്യൂ 0 അല്ലേ, ന്യൂ മാത്രമേ മാറ്റാൻ പറ്റൂ. അപ്പം മിനിമം ന്യൂ 0 അല്ലെങ്കിൽ മിനിമം ഇത്ര ഫ്രീക്വൻസിയിലും ഉള്ള ഒരു റേഡിയേഷൻ ആണ് വന്ന് ഈ പറഞ്ഞ മറ്റേ ഇടിക്കണമെങ്കിൽ എന്ത് ചെയ്യും, അവിടെ നിന്ന് ഇലക്ട്രോൺ വിട്ട് കിട്ടും. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ത്രെഷോൾഡ് ഫ്രീക്വൻസിയും വർക്ക് ഫംഗ്ഷനും. കാര്യം മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ. ഇനി ഇവിടെ നിന്ന് ഇലക്ട്രോൺ വിട്ട് കിട്ടിയെന്ന് വെച്ചോ, വിട്ട് കിട്ടി. അത് ആ ഇലക്ട്രോൺ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലല്ലേ ഇവിടെ ഇതുവഴി പോയി ഇവിടെ അമ്മീറ്റർ റിഫ്ലക്ട് ചെയ്യുള്ളൂ. പറയും മനസ്സിലായില്ലേ? നോക്കിയോ, ഇവിടെ നിന്ന് ഞാൻ ഇപ്പം 500 തുല്യമായ 500 കൊടുത്തു. 500 എന്നാണ് എനിക്ക് മനസ്സിലായി. എനിക്കറിയാം എടുക്കാൻ പോകുന്ന മറ്റുള്ളതെന്ന് എനിക്കറിയാമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ I എത്രയെന്ന് എനിക്കറിയാം. ഈ Iയും വർക്ക് ഫംഗ്ഷൻ തുല്യമാണ് കേട്ടോ. ഓക്കെ. അപ്പം ഞാൻ എടുക്കാൻ പോണ മെറ്റല്, ഞാൻ ഏതാണ് എടുക്കുന്നത്, ആ മെറ്റലിന്റെ അയോണൈസേഷൻ എനർജി എത്രയെന്ന് എനിക്കറിയാമല്ലോ. അപ്പൊ എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞ 500 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 500 കൊടുത്താൽ അവിടെ നിന്ന് ഇലക്ട്രോൺ വിട്ട് കിട്ടി. ഇനി ആ ഇലക്ട്രോൺ അവിടെ എന്താണ്ട് ഇങ്ങോട്ട് വന്നാലല്ലേ ഇലക്ട്രോൺ ഇതുവഴി പോയി സർക്യൂട്ട് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് 500 കൊടുത്താൽ വല്ല കാര്യമുണ്ടാ? ഒരു കാര്യമില്ല. കാരണം 500 കൊടുത്താൽ ഇലക്ട്രോൺ അവിടെ നിന്ന് വിട്ട് കിട്ടും, അത്രേ ഉള്ളൂ. ഇലക്ട്രോൺ എന്ത് ചെയ്യണം, ഈ സർക്യൂട്ട് ക്ലോസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഇലക്ട്രോൺ അവിടെ നിന്ന് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് വരണം. അപ്പൊ ഞാൻ ജസ്റ്റ് 500 കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടാ? ഇല്ല. അവിടെ നിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യണം, അവിടെ നിന്ന് എന്ത് ചെയ്യണം, അവിടെ നിന്ന് ഇങ്ങോട്ട് എണിച്ച് വരണം. അപ്പൊ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി അല്ലേ. ഏതൊരു സാധനം മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, കൈനറ്റിക് എനർജി വേണ്ടേ. അപ്പൊ ഈ പറഞ്ഞ വർക്ക് ഫംഗ്ഷനും എന്ത് ചെയ്യണം, വർക്ക് ഫംഗ്ഷനും അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഞാൻ കുറച്ച് കൈനറ്റിക് എനർജി കൂടെ കൊടുക്കേണ്ടി വരും. കൈനറ്റിക് എനർജിയുടെ സം ചെയ്ത് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ സംഭവം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുള്ളൂ. അപ്പൊ ഞാൻ 500 കൊടുത്തിട്ട് കാര്യമില്ല, 500-നെക്കാളും കൂടുതൽ വേണം. 500-നെക്കാളും കൂടുതൽ വേണം. ശ്രദ്ധിക്കുക, 500-നെക്കാളും കൂടുതൽ വേണം. 500-നെക്കാളും കൂടുതൽ സംഭവിക്കും. ഞാൻ ഇപ്പൊ 600 കൊടുത്തു, 600 കൊടുത്തു. 600 കൊടുത്താൽ 600 അറിയണം, 600 കിലോ ജൂൾ ഞാൻ കൊടുത്തു. ഓക്കെ, 600 കിലോ ജൂൾ കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും, 600 കിലോ ജൂളിൽ 500 കിലോ ജൂൾ എന്ത് ചെയ്യും, 500 എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇലക്ട്രോണിനെ വിട്ടിട്ടാനായിട്ട് ഉപയോഗിക്കും. കാരണം അതിൽ നമുക്ക് കൂട്ടാൻ കുറയ്ക്കാനേ പറ്റൂ? ഇല്ല. I ഫിക്സഡ് ആണ്. I നമുക്ക് കൂട്ടാൻ കുറയ്ക്കാനേ പറ്റില്ല. കാരണം മറ്റൊരു ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമാണ്. ഞാൻ 600 കിലോ ജൂൾ കൊടുത്താൽ അതിൽ 500 എന്ത് ചെയ്യും, അവിടെ നിന്ന് ഇലക്ട്രോണിനെ വിട്ടിട്ടാനായിട്ട് ഉപയോഗിക്കും. ബാക്കി ഒരു ഡിഫറൻസ് ഇല്ലേ, 600-ഉം 500-ഉം എത്ര, 100. ആ 100 കിലോ ജൂൾ എനർജി ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഇലക്ട്രോൺ അവിടെ നിന്ന് ഇങ്ങോട്ട് എണീറ്റ് വരും. ഓക്കെ, കാര്യം മനസ്സിലായേ? ഞാൻ 600 കൊടുത്താൽ എന്ത് ചെയ്യും, 600 എടുക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൽ ആ 600-ൽ 500 ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ അവിടെ നിന്ന് പുറത്തെടുക്കും. ബാക്കി എന്ത് ചെയ്യും, ബാക്കി 100 കിലോ ജൂൾ വെച്ച് എന്ത് ചെയ്യും, അവിടെ നിന്ന് ഇലക്ട്രോണിനെ ഇങ്ങോട്ട് ഓടിച്ചു വിടും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഞാൻ ഒരു 700 കൊടുത്താലോ, 700 കിലോ ജൂൾ കൊടുത്താൽ സംഭവിക്കും, അതിലും 500 എന്ത് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യും, ഉപയോഗിക്കും ഇലക്ട്രോൺ എടുക്കാനായിട്ട്. ബാക്കി 200 കിലോ ജൂൾ വെച്ച് എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഇങ്ങോട്ട് തള്ളിവിടും. ഇനി പറ, 100 കിലോ ജൂൾ കൊടുത്ത് തള്ളിവിടുന്നതാണോ 200 കിലോ ജൂൾ കൊടുത്ത് തള്ളിവിടുന്നതാണോ കുറച്ചുകൂടെ ഫോഴ്സ് ആയിട്ട് നിൽക്കുന്നത്? ഉറപ്പായിട്ട് 200 അല്ലേ. അപ്പൊ ഞാൻ വീണ്ടും കൂട്ടിയാലോ, ഒരു 2000 കിലോ ജൂൾ ആക്കി, 2000 കിലോ ജൂൾ ആക്കി. ഇനി പറ, ഈ 2000 കിലോ ജൂളില് 500 കിലോ ജൂൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് ഇലക്ട്രോണിനെ വിട്ടിട്ടാനായിട്ട് ഉപയോഗിക്കും. ബാക്കി 1500 കിലോ ജൂൾ എനർജി വെച്ച് എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും. കമ്പയർ ചെയ്ത് പറ, 100 ആണോ 200 ആണോ 1500 കിലോ ജൂൾ എനർജി വെച്ച് തള്ളുന്നതാണോ ഇലക്ട്രോൺ പെട്ടെന്ന് എത്തുന്നത്? ഉറപ്പായിട്ട് 1500 അല്ലേ.
അതായത് ഞാൻ കൊടുക്കുന്ന ഫ്രീക്വൻസി, ഞാൻ കൊടുക്കുന്ന എനർജി ഞാനാണ്, നമുക്ക് ഫ്രീക്വൻസി മാത്രം ഡിപ്പെൻഡ് ചെയ്യാം അല്ലേ. ഞാൻ എനർജി എന്ന് പറയുമ്പോഴൊക്കെ എന്താണ്, അത് ഫ്രീക്വൻസി മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ, കാരണം എച്ച് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അപ്പം ഞാൻ എനർജി കൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ഫ്രീക്വൻസി കൂട്ടി എന്നാണ് പറയണേ അല്ലെ. ഞാൻ 300 400 പറഞ്ഞാലും 400 500 പറഞ്ഞാലും 600 700 2000 പറഞ്ഞാലും അതിനൊക്കെ അർത്ഥം എന്താ, ഞാൻ അങ്ങോട്ട് കൂട്ടണം എന്താണ്, ഫ്രീക്വൻസിയാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫ്രീക്വൻസി കൂട്ടുമ്പോഴാണ് എന്ത് ചെയ്യണേ, എനർജി കൂടുന്നത്. കാരണം എനർജി എന്താണ്, h nu ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, എനർജി ഈക്വൽ ടു h nu ആണ്. h എന്താണ്, കോൺസ്റ്റന്റ്. അപ്പം എനർജി എന്ന് പറയുന്നത് ആരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും, ഫ്രീക്വൻസിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതെ, അപ്പൊ ഞാൻ എനർജി കൂട്ടി എന്താണ് അർത്ഥം, ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കുമ്പം ഞാൻ വേറെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന ഇലക്ട്രോണിന്റെ സ്പീഡ് മാത്രം കൂടുന്നുണ്ട് അല്ലെ. ഞാൻ എന്തുമാത്രം എനർജി കൂട്ടുന്നു, എന്തുമാത്രം ഫ്രീക്വൻസി കൂട്ടുന്നു, അതിനനുസരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഇലക്ട്രോണുകളുടെ സ്പീഡാണ് കൂടുന്നത്, അവരുടെ വെലോസിറ്റി ആണ് കൂടുന്നത്. അല്ലാതെ അവിടെ നിന്ന് എത്ര ഇലക്ട്രോൺ ഇറങ്ങി വരണമെന്ന് മാറണില്ല. കാര്യം മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, 600 നിൽക്കുമ്പോൾ 600 500 100 കിലോ ജൂൾ എനർജിയാണ് എന്ത് ചെയ്യണേ, ഇലക്ട്രോൺ ഇങ്ങോട്ട് ഓടി വരുന്നത്. ആ 700 ആക്കിയാലോ, 700 500 200 കിലോ ജൂൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യണേ, ഇലക്ട്രോൺ ഇങ്ങോട്ട് പറഞ്ഞത്. 2000 ആക്കിയാലോ, 2000 500 പോയിട്ട് ബാക്കി 1500 കിലോ ജൂൾ എനർജി വെച്ചാണ് എന്ത് ചെയ്യണേ, ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ കൊടുക്കുന്ന എനർജിക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, എനർജി പറഞ്ഞാൽ ഫ്രീക്വൻസി, എനർജിക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഫ്രീക്വൻസി അനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ നിന്നുണ്ടാവുന്ന ഇലക്ട്രോണുകളുടെ സ്പീഡ് കൂടും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഇലക്ട്രോണിന്റെ എന്ത് ചെയ്യും, സ്പീഡ് കൂടും. ഓക്കെ, ഇവിടെ നിന്ന് പുറത്തെടുക്കില്ലേ, ഇങ്ങനത്തെ ഇലക്ട്രോൺ നമുക്ക് ഫോട്ടോ ഇലക്ട്രോൺ എന്ന് വിളിക്കാം, ഫോട്ടോ ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഇലക്ട്രോണിന്റെ എന്ത് ചെയ്യും, സ്പീഡ് കൂടും. ഓക്കെ, അല്ലെങ്കിൽ വെലോസിറ്റി കൂടും. അപ്പൊ എങ്ങനെ പറയാം, വെലോസിറ്റി മീൻസ് കൈനറ്റിക് എനർജി അല്ലെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ വെലോസിറ്റി കൂടി എന്ന് വെച്ചാൽ എന്താ അർത്ഥം, വെലോസിറ്റി കൂടുക എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി കൂടുക എന്നർത്ഥം അല്ലെ. അപ്പൊ അങ്ങനെ പറയാം, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആർക്ക് പ്രൊപ്പോർഷനിലാണ് എനർജി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷനിലാണ്. ഓക്കെ അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആർക്ക് തുല്യമാണ്, ഇവിടെ വരുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷനിലാണ്. ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനർജി കൂടും. ഞാൻ പറഞ്ഞില്ലേ, എനർജി കൂടും. അതനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഇലക്ട്രോണുകളുടെ സ്പീഡ് എന്ത് ചെയ്യും, കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ. ഇനി നോക്കണേ, നമുക്കറിയാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സാധനം ആരാണ്, ഇലക്ട്രോൺ അല്ലേ. അവിടെ നോക്കട്ടെ, പറയാം. ഇനി നോക്കിയോ, ഇവിടെ നിന്ന് പറഞ്ഞ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടിയാണ് സംഭവിക്കാൻ നോക്കാം. ഇന്റൻസിറ്റി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു ലൈനിലേ വരച്ചിട്ടുള്ളൂ. ഈ ഒരു ലൈൻ വന്ന് ഇടിക്കുമ്പോഴും ഒരു ഇലക്ട്രോൺ പോയെന്ന് വെച്ചോ. അപ്പൊ 2 ലൈൻ വന്ന് ഇടിച്ചാലോ, 2 ഇലക്ട്രോൺ വേണ്ടേ. 3 ലൈൻ വന്ന് ഇടിച്ചാലോ, 3 ഇലക്ട്രോൺ വേണ്ടേ. 4 എണ്ണം ഇടിച്ചാലോ, 4 ഇലക്ട്രോൺ വേണ്ടേ. 5 എണ്ണം ഇടിച്ചാലോ, 5 ഇലക്ട്രോൺ വേണ്ടേ. അപ്പം വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടിക്കൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും, അവിടെ നിന്ന് ഇറങ്ങിപ്പോണ ഇലക്ട്രോണിന്റെ എണ്ണം എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. കാര്യം മനസ്സിലായ? ഞാൻ ഒരെണ്ണം വരച്ചപ്പോഴത്തേക്കും 1 ഇലക്ട്രോൺ പോയെന്ന് പറഞ്ഞു, 2 എണ്ണം വരച്ചപ്പോഴോ 2 ഇലക്ട്രോൺ പോയെന്ന് പറഞ്ഞു. ഞാൻ 3 എണ്ണം വരച്ച് 4 എണ്ണം വരച്ച് അങ്ങനെ വരയ്ക്കുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം, അവിടെ വരുന്ന ലൈറ്റിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കല്ലേ, ഇന്റൻസിറ്റി കൂടെയല്ലേ. ഇന്റൻസിറ്റി കൂടിയ, ശ്രദ്ധിക്കണേ, ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടിയ അവിടെ നിന്ന് ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണം കൂടും. ഓക്കെ, എന്താണ് ഞാൻ പറഞ്ഞത്, ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി കൂടിയാൽ എന്ത് സംഭവിക്കും, ഇജക്റ്റഡ് ഇലക്ട്രോണിന്റെ എണ്ണം കൂടും. ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ അവിടെ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഓക്കെ, ശ്രദ്ധിക്കുക, ഇന്റൻസിറ്റി കൂട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടുത്തെ വെലോസിറ്റി കൂട്ടാൻ പറ്റില്ല അല്ലേ. ഞാൻ വെലോസിറ്റി കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും ഫ്രീക്വൻസി തന്നെ മാറ്റണം. ഇവിടുന്ന് ഇങ്ങോട്ട് പോണ ഇലക്ട്രോണിന്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് കൂട്ടണം, ഞാൻ കൈനറ്റിക് എനർജി കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഫ്രീക്വൻസി കൂട്ടണം. അതുപോലെ ഇവിടുന്ന് എത്ര ഇലക്ട്രോൺ ഇജക്ട് ചെയ്യപ്പെടണം എന്ത് തീരുമാനിക്കും, വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി തീരുമാനിക്കും. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ കാര്യങ്ങൾ. ഒരു ഇക്വേഷൻ ഇവിടെ പഠിക്കാനുണ്ട്, നോക്കട്ടെ. ഇന്ന് നോക്കണേ, നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ലൈറ്റ് വരെയാണ്, ഒരു ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വരെയാണ്. അപ്പൊ h nu ആണ് ഞാൻ പറഞ്ഞത്. ആ ലൈറ്റിന്റെ എനർജി ആണെന്ന് h nu. ഓക്കെ അല്ലേ. ഇനി നിങ്ങൾ പറ,
ഈ വരുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഈ വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ഫംഗ്ഷനെക്കാളും ചെറുതാണെങ്കിൽ വല്ല നടക്കൂ ഒന്നും നടക്കൂല അല്ലെ. വർക്ക് ഫംഗ്ഷന്റെ എനർജിയെക്കാളും വരുന്ന ലൈറ്റിന്റെ എനർജി കുറവാണെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല അല്ലെ. കാരണം മിനിമം കുറച്ച് എനർജി കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ, അവിടെ നിന്നിട്ടാണ് വിട്ടുകിട്ടാൻ പറ്റുള്ളൂ. അപ്പം വർക്ക് ഫംഗ്ഷനെക്കാളും വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറവാണെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും സംഭവിക്കില്ല. നത്തിങ് വിൽ ഹാപ്പൻ. ഓക്കെ അല്ലേ? ഇനി hν എന്ന് പറയുന്നത് hν 0ക്ക് തുല്യമായാലോ വല്ല സംഭവിക്കോ? ഉറപ്പായിട്ട് സംഭവിക്കും. അവിടെ നിന്ന് ഇലക്ട്രോൺ പുറന്തള്ളപ്പെടും. പിന്നെ എന്തെങ്കിലും സംഭവിക്കോ? ഒന്നും സംഭവിക്കില്ല. ഇലക്ട്രോൺ അവിടെ നിന്ന് പുറന്തള്ളി അവിടെ തന്നെ നിൽക്കും. ആ മാറി ഇരിക്കുന്നുള്ളൂ, വേറെ ഗുണമൊന്നുമില്ല. ഇലക്ട്രോൺ എന്ത് ചെയ്യണം? അവിടെ നിന്ന് ഇങ്ങനെ വരണ്ടേ. അപ്പൊ എന്ത് ചെയ്യണം? ഈ എനർജി എടുത്ത് കാര്യമുണ്ടാ? ഇല്ല. എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും hν 0യെക്കാളും എന്ത് ചെയ്യണം? വളരെ വളരെ വലുത് വാല്യൂ കൊടുക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ നിന്ന് ഇലക്ട്രോൺ ഇളവിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരെ വരത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പം hν എന്ന് പറയണേ, നമ്മൾ എടുക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി എന്ന് പറയണ അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് വർക്ക് ഫംഗ്ഷനെക്കാളും ചെറുതാണെങ്കിൽ എന്ത് ചെയ്യില്ല? ഒന്നും സംഭവിക്കില്ല. ഈക്വൽ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇലക്ട്രോൺ എജക്ട് ചെയ്യപ്പെടും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അമ്മീറ്ററിൽ കാണാൻ പറ്റില്ല. ഇനി വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതലാണെങ്കിലോ അമ്മീറ്ററിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഡിഫ്ലക്ഷൻ കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഈ കാര്യം സംശയമൊന്നുമില്ലല്ലോ. ശരി, പിന്നെ നോക്കിയോ, ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞില്ലേ, ഇവിടെ ഇപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞു 600 കിലോ ജൂൾ എനർജി എടുത്താൽ എന്ത് ചെയ്യും? 600 കിലോ ജൂൾ എന്ത് ചെയ്യും? അതിൽ 500 എന്ത് ചെയ്യും? അവര് ഇലക്ട്രോണിനെ വിട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കും. ബാക്കി ഇവിടെ ഡിഫറൻസ് എത്ര? ബാക്കി 100 കിലോ ജൂൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യണേ? അവര് ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്തൊക്കെയാണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നോക്കിയാണ് വരുന്ന ലൈറ്റിന്റെ എനർജി അതാരാണ്? hν അല്ലെ? hν മൈനസ് അതിന്റെ വർക്ക് ഫംഗ്ഷൻ hν 0. ഈ കാര്യം സംശയം ഉണ്ടാ? ഒരു ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയണേ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു, വരുന്ന ലൈറ്റിന്റെ എനർജി മൈനസ് എന്ത് ചെയ്യണം? അവിടെ നിന്ന് അതിന്റെ വർക്ക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ അവിടെ ഇരിക്കുന്ന മെറ്റലിന്റെ എന്തോന്ന് I ആണല്ലോ. കണ്ട, വരുന്ന ലൈറ്റിന്റെ എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ. ഓക്കെ അല്ലേ? ഇത് നോക്കിയാണ് ഇവിടെ h കോമൺ അല്ലേ? സോ നമുക്ക് h കോമൺ പുറത്തെടുക്കാം. h പുറത്തെടുത്താൽ ന്യൂ മൈനസ് ന്യൂ 0 ആണല്ലോ. കൈനറ്റിക് എനർജി ഇക്വേഷൻ നമുക്കറിയാലോ, പണ്ട് വരെ പഠിക്കണല്ലേ, ഹാഫ് എം വി സ്ക്വയർ നമുക്കറിയാം. ഇതിൽ ഹാഫ് എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്പർ ആണ്. മാസ് എന്താണ്? എന്തിന്റെ മാസാണ്? ഇവിടെ ആരാണ് ഇങ്ങോട്ട് ഓടി വരുന്നത്? ഇലക്ട്രോൺ. അപ്പൊ ഇലക്ട്രോണിന്റെ മാസ് അല്ലേ അത്? അപ്പൊ ഇലക്ട്രോണിന്റെ മാസാണ് ഹാഫ് എം വി. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് എം ഇ എന്ന് പറയാം. ഇലക്ട്രോണിന്റെ മാസാണ് ഹാഫ് എം ഇ. ഓക്കെ അല്ലേ? വി എന്താണ്? അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വെലോസിറ്റി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി കണ്ടെത്താം. വെലോസിറ്റി v സ്ക്വയർ ഈക്വൽ ടു h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0. ഈ 2 അപ്പുറത്ത് ഇൻറ്റു 2 ആവും. ഇൻറ്റു 2 എം എന്ത് ചെയ്യും? അവിടെ നമ്മൾ ഡിവൈഡ് ആവും. ഹാഫ് എം വി. കുറച്ച് ഭംഗിയായിട്ട് എഴുതാം. v സ്ക്വയർ ഈക്വൽ ടു 2 പുറത്ത് എഴുതാമേ. 2 ഇൻറ്റു h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0 ബൈ എം ഇ, മാസ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ അല്ലേ? ഇവിടെ എന്ത് ചെയ്യാം? ബി സ്ക്വയറിന് റൂട്ട് മാറ്റാം. സ്ക്വയർ മാറ്റി എന്ത് ചെയ്യാം? റൂട്ട് കൊണ്ടുവരാം. നോക്കിയാണേ, എന്ത് ചെയ്യും? വെലോസിറ്റി v ഈക്വൽ ടു റൂട്ട് ഓഫ് ആരൊക്കെയുണ്ട്? 2 ഇൻറ്റു h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0 ബൈ ആരാണ്? മാസ് ഓഫ് ഇലക്ട്രോൺ എം ഇ. ഓക്കെ, ഈ ഇക്വേഷനാണ് ടെസ്റ്റില് വേറെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ ഇക്വേഷൻ പഠിച്ചതാണ് എളുപ്പം. നമുക്ക് കൂടുതൽ ആലോചിക്കേണ്ട, ഇക്വേഷൻ കാണാൻ പഠിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. കാരണം നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ hν മൈനസ് hν 0 ആണ് നമുക്കറിയാം. അവിടെ നിന്ന് ഹാഫ് എം ഇ സ്ക്വയർ ഈക്വൽ ടു h ഇൻറ്റു hν മൈനസ് hν 0 നമുക്കറിയാം. ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യാം? ഇക്വേഷൻ എഴുതാം. അല്ലാതെ ജസ്റ്റ് വെറുതെ ഈ ഇക്വേഷൻ കാണാൻ പഠിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. ഇത്ര മാത്രം ഡെറിവേഷൻ ഒന്നും ചെയ്യാൻ പോലില്ല. ഇവിടെ നിന്ന് ബാക്കി നിങ്ങൾക്ക് എഴുതാന്നേ ഉള്ളൂ. ഞാൻ പിന്നെ ഓരോ സ്റ്റെപ്പ് കൂട്ടുന്നേ ഉള്ളൂ. അതിലൊന്നും ആവശ്യമില്ല കുട്ടികളെ. അപ്പൊ നോക്കിയാണ്, ഇത്രയും സിമ്പിൾ കാര്യമല്ലേ? നോക്കിയാണ്
ലൈറ്റ് വന്ന് ഇടിക്കുന്നു, അവിടെ നിന്ന് ഇലക്ട്രോൺ എജക്റ്റ് ആവുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യണേ ഈ പറഞ്ഞ സംഭവം നടക്കുന്നത്. ഇതാണ് ആര് വിശദീകരിച്ച? ആൽബർട്ട് ഐൻസ്റ്റീൻ 1905. അതിനാണ് 1921 എന്ത് കിട്ടിയത്? നോബൽ സമ്മാനം. ഇനി ചോദിക്കട്ടെ, എന്താണ് നമുക്ക് ഇതിന്റെ പ്രസക്തി? പഠിക്കണ്ടേ? നോക്കാം. എടാ നോക്കിയോ, ഇതൊരു സാധനം മെറ്റൽ, ലൈറ്റ് വരണം, ഇടിച്ച് അവിടെ നിന്ന് ഇലക്ട്രോൺ പുറത്തോട്ട് പോകണം അല്ലേ? അങ്ങനെ പുറത്തോട്ട് പോകണമെങ്കിൽ ഒരു വേവ് ആയിരുന്നെങ്കിൽ നടക്കൂ? ഇല്ല, വേവ് നടക്കൂല. ലൈറ്റ് വന്ന് ഇടിച്ചിട്ട് ഇവിടെ നിന്നൊരു സാധനം തെറിച്ച് പുറത്ത് പോകണമെങ്കിൽ എന്തായിരിക്കണം? വരണ സാധനത്തിന് എന്ത് ചെയ്യണം? കുറച്ചുകൂടെ എനർജി ഉണ്ടായിരിക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? വരണ സാധനം പാർട്ടിക്കിൾ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ? വേറൊരു പാർട്ടിക്കിളിനെ ഇടിച്ച് വെളി കളയാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ ആരുണ്ട്? പാർട്ടിക്കിൾ ഉണ്ട്. ആ പാർട്ടിക്കിളാണ് എന്ത് ചെയ്തത്? ഈ പറഞ്ഞ ഇലക്ട്രോണിനെ ഇടിച്ച് വെളി കളഞ്ഞത്. വരുന്ന ലൈറ്റ് ഇല്ലേ, വരുന്ന ലൈറ്റ് ഇതാ ഇവിടെ ഇരിക്കുന്ന ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോണിനെ ഇടിച്ച് പുറത്ത് കളയണമെങ്കിൽ എന്ത് ചെയ്യണം? വരണത് ഒരു പാർട്ടിക്കിൾ ആയിരിക്കണം, ഒരു സാധനമായിരിക്കണം. ആ സാധനത്തെ വന്ന് ഇടിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മറ്റൊരു സാധനം ഇടിച്ച് പുറത്ത് പോകത്തുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനകത്ത് എന്തുണ്ട്? പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, ഇതാരുടെ തിയറി? നമ്മളെ മാക്സ് പ്ലാങ്കിന്റെ തിയറി അല്ലേ? ഇത്രയുള്ള സംഭവം. ഇതാരും ഈ പറഞ്ഞ മാക്സ് പ്ലാങ്കിന്റെ ഈ ഹെച്ചിനെ വെച്ചുള്ള ഈ ക്വാണ്ടം തിയറി വെച്ച് ആര്? നമ്മള് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ത് ചെയ്തു? വളരെ സിമ്പിൾ ആയിട്ട് ക്ലിയർ കട്ടായിട്ട് എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പൂർണ്ണമായി വിശദീകരിച്ചു. ഇതിനാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? നോബൽ സമ്മാനം കിട്ടിയത് അല്ലേ? അംഗീകരിച്ചേ പറ്റൂ. കാരണം ആ സമയത്തല്ല, മാക്സ് പ്ലാങ്ക് വരുന്നതിന് മുമ്പ് വരെ എന്താണ്? ക്ലാസിക്കൽ മെത്തേഡ് മാത്രമേ ഉള്ളൂ, വേവ് നേച്ചർ മാത്രമേ ഉള്ളൂ തള്ളിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്ത് ചെയ്യണേ? ഇവിടെ മാക്സ് പ്ലാങ്ക് വന്നിട്ട് ക്വാണ്ടം തിയറി കൊണ്ടുവന്ന് പാർട്ടിക്കൽ നേച്ചർ കൊണ്ട് സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ തെളിയിച്ചതും ഒക്കെ അല്ലേ? ഇനി ഞാൻ പറയട്ടെ, ടെസ്റ്റിനകത്താണെങ്കിൽ വേറെ സെലക്ട് സൈറ്റ് ഉണ്ട്. നമ്മളെ റെഡ് ലൈറ്റ് ഇല്ലേ, റെഡ് ലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പറഞ്ഞ പൊട്ടാസ്യം പോലുള്ള മെറ്റലിൽ നിന്നും ഇലക്ട്രോൺ എജക്ട് ചെയ്യാൻ പറ്റില്ല നേരിട്ടുണ്ട്. പക്ഷെ എല്ലാ ലൈറ്റിനൊക്കെ പറ്റും. കാരണം എന്താണ്? ആലോചിച്ചു, ഞാൻ പറഞ്ഞു റെഡ് ലൈറ്റ് എന്താണ്? റെഡ് ലൈറ്റ് ഞാൻ പറഞ്ഞു വളരെ ദൂരം നിന്ന് കാണാൻ പറ്റും അല്ലേ? കാരണം എന്താണ്? അതിന് വേവ് ലെന്ത് കൂടുതലാണ്. വേവ് ലെന്ത് കൂടുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അതിന് ഫ്രീക്വൻസി കുറവാണ് അല്ലേ? നിങ്ങൾക്ക് സംശയം കണ്ടോണേ, ഞാൻ എന്താണ് വിശദീകരിച്ചത് അതായിരിക്കും. കുറച്ച് മുമ്പ് പറഞ്ഞു ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ചാണ് എന്ത് ചെയ്യണേ? എനർജി കൂടുന്നത്. കുറച്ച് മിനിമം എനർജി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇലക്ട്രോൺ എജക്ട് ചെയ്യാൻ പറ്റൂ. നോക്കിയോ, ഇതൊരു വേവ്, ഇതൊരു വേവ് ഓക്കെയാണേ. ആ വേവിന് ഇവിടെ സ്റ്റാർട്ടിങ് എടുത്താ ഇവിടെ തുടങ്ങി അടുത്ത ഇവിടെ സ്റ്റാർട്ട് ചെയ്യണേ. ഓക്കെ, അടുത്ത ഇവിടെ തുടങ്ങി എവിടെയാണ് അടുത്ത വേവ് സ്റ്റാർട്ട് ചെയ്യണേ? ഓക്കെ, ഇതെല്ലാം ഒരു വേവിന്റെ ഒരു പീസാണ്. ഇതാണ് ഈ പീസാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ പീസിന്റെ റിപ്പീറ്റേഷനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ എത്ര തവണ വരും, അതാണ് എന്ത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയാണ് ഇനി നോക്കിയോ, ഇതാ ഈ സംഭവത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാ ഇവിടെയാണ്, തീരുന്നത് ഇവിടെയാണ്. ഇത് നോക്കിയാണ് ഇതിന് രണ്ടിനും ഒരേ ടൈം പീരീഡ് എടുക്കണം വെച്ചാൽ ഒരേ ടൈം പീരീഡ്. എന്താ? രണ്ടും മെഷർ ചെയ്യുന്നത് ഒരു ഒറ്റ സെക്കൻഡിലാണ്. 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ മെഷർ ചെയ്തപ്പം ഇത് നോക്കിയാണ് ഈ സാധനം ഒരൊറ്റ തവണ റിപ്പീറ്റ് ചെയ്തോളൂ. അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി 1. പക്ഷെ ഇത് നോക്കിയാണ് അതേ സ്ഥാനത്ത് 1, 2, 3, 4, 5, 6 കേട്ടാ. ഇതാണെന്ത് ഞാൻ പറഞ്ഞത്? ഫ്രീക്വൻസി കൂടുമ്പോൾ എന്ത് ചെയ്യും? വേവ് ലെന്ത് കുറയും. അല്ലെങ്കിൽ വേവ് ലെന്ത് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഫ്രീക്വൻസി കുറയും. ഇവിടെ നമുക്ക് ഇവിടെ 6 വന്നു, ഇവിടെയോ ഒരെണ്ണേ വന്നോളൂ. കാര്യം മനസ്സിലായോ? അതാണ്. അപ്പൊ അതൊക്കെയാണ്, ഇതാണ് ഞാൻ പറഞ്ഞത്. റെഡ് ലൈറ്റ് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ദൂരം നിന്ന് കാണാൻ പറ്റും. കാരണം എന്താണ്? അതിന് എനർജി ഉണ്ട്. അതൊക്കെയാണ് ഇത്രയും കഴിയുമ്പോഴേ എന്ത് ഉള്ളൂ? അതിന്റെ ഒരു സൈക്കിൾ തീരത്തുള്ളൂ. അപ്പോഴേക്കും മറ്റെന്ത് ചെയ്യും? ഇത്രയും തവണ ആവർത്തിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഫ്രീക്വൻസി എന്താണ്? ഇവർ കുറവാണ്. ഫ്രീക്വൻസി കുറഞ്ഞ എനർജി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? കുറയും. ഫ്രീക്വൻസി കുറഞ്ഞ എനർജി കുറയും. അതുകൊണ്ടാണ് എന്ത് ചെയ്യണേ? റെഡ് ലൈറ്റിനെ കൊണ്ട് പൊട്ടാസ്യം പോലുള്ള ചെറിയ മെറ്റീരിയൽ എന്ത് ചെയ്യാൻ പറ്റാതെ ഇലക്ട്രോണിനെ വിസിറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ അല്ലേ? സോ ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.